വെള്ളമോ മറ്റൊന്നും പാടില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്ക്യൂസ് ചെയ്ത ശേഷം ടാക്സേ കളയുക. കാരണം മറ്റൊന്നുമല്ല, ഇത് കളഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിക്കുന്ന എല്ലാ വിസ്കിയും ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അതായത് വിസ്കിയുടെ കണ്ടന്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണാൻ, മറ്റു ഒരു പൊടി കാണാനില്ല, ഒരു പച്ച വെള്ളത്തിന്റെ ടേസ്റ്റ് പോലും കാണാനില്ല. സോ 40% ഉള്ള ഉള്ളി ആ വിസ്കിയുടെ ടേസ്റ്റ് മാത്രം. ഇതിൽ അല്പം കൂടെ മിച്ചമുണ്ട്. അങ്ങനെ ഒന്നാ ചിഷി ടാക്സേ. ഇപ്പൊ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ വിസ്കി മയം മാത്രമാണ്. സോ ഇനി നമുക്ക് ഇതിലേക്ക് ഒറിജിനലായിട്ട് ഒരു 50 ml or 60 ml, what do you want? That's it. So നല്ല സ്മെല്ലുള്ള നമ്മുടെ നല്ല ഈ കളറിൽ കാണാനുള്ള ഈ ഒരു വിസ്കി ഇങ്ങനെ ഒഴിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകൂടി മണത്ത് നോക്കുക. കാരണം ഇതിന്റെ സ്മെല്ല് ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്ത് ഫ്ലേവറാണ്, ആ ഫ്ലേവർ നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഏതായാലും അതിലേക്ക് നമ്മൾ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഒഴിക്കേണ്ടത് മറ്റൊന്നുമില്ല, സാധാരണ നമ്മൾ ഒഴിക്കാറുണ്ട് എന്താണ്, കോള ഒഴിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്പ്രൈറ്റ് ഒഴിക്കാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ സോഡ ഒഴിക്കാറുണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല. വെറും സാധാരണ പച്ച വെള്ളം. സോ സാധാരണ പച്ചവെള്ളം നമുക്ക് ഒരൽപ്പം മാത്രം that's it. കൂടുതൽ ഒരിക്കലും ആകാൻ പാടില്ല. കാരണം നമ്മൾ 40% ഉള്ള വിസ്കി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ 39% അല്ലെങ്കിൽ 38% നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഒരു അല്പം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ആ ഒരു അല്പം വെള്ളത്തിന് 1% ജസ്റ്റ് മാത്രം പോകാവുള്ളൂ ആ ഒരു പെർസെൻറ്റേജ്. സോ നമുക്ക് ഒരു അല്പം ഒഴിക്കുക, അതിനുശേഷം നമ്മുടെ ഫ്ലേവർ നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഇത്ര ഒഴിച്ച ശേഷം ഒരൽപ്പം slowly നമ്മുടെ നാക്കിന്റെ അവിടെ തൊട്ട് നമുക്ക് ആ ടേസ്റ്റ്, ആ ഫ്ലേവർ അറിയാം. ഈ ഇറങ്ങിപ്പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. സോ അങ്ങനെ സാവധാനം ധൃതി പിടിക്കാതെ സ്ലോലി ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വലിക്ക് വേണമെങ്കിൽ നിങ്ങൾ കുടിക്കാം. അതൊരിക്കലും പാടില്ല. കാരണം നമ്മൾ കുടിക്കുന്നത് ഈ മനോഹരമായ ഈ 15 വർഷം അല്ലെങ്കിൽ 12 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ പഴക്കമുള്ള ആ നല്ല ടേസ്റ്റോട് കൂടിയ വിസ്കി ആയിരിക്കും. സോ അതിനെ ബഹുമാനിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സമയം കളയാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക. അവരെ ആരും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പരസ്പരമായിട്ട് ഈ പറഞ്ഞ വിസ്കിയുമായിട്ട് സംസാരിക്കാം. ആരും കേൾക്കരുത് എന്ന് മാത്രം. ഓക്കെ, full of richness, full of feelings, full of flavor, everything. എല്ലാം നമുക്ക് നമ്മുടെ വായിൽ തന്നെ ആദ്യം തന്നെ കിട്ടും. അതിനുശേഷം നമ്മുടെ ശരീരത്തേക്ക് ഇറങ്ങുന്ന ഓരോ പോർഷനിലും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ആ ഒരു വിസ്കിയുടെ ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു വിസ്കിയുടെ ടേസ്റ്റ്.